നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അലാവസിനെതിരെ റയൽ മാഡ്രിഡ് 2-1 വിജയിച്ച് കയറിയ മത്സരത്തിൽ അവരുടെ മുന്നേറ്റത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇടതുപാർശ്വത്തിൽ വിനി, വലതുപാർശ്വത്തിൽ റോഡ്രിഗോ, സ്ട്രൈക്കറായിട്ട് കിലിയൻ എംബാപ്പെ. എവിടെ എത്തി ആഞ്ചലോട്ടി? ആഞ്ചലോട്ടി എത്ര തവണ എത്ര മത്സരങ്ങളിൽ റോഡ്രിഗോയെ വലതുപാർശ്വത്തിൽ കളിപ്പിച്ചിട്ടുണ്ട്. ഏതാ സാബിക്ക് അതിന് തയ്യാറായിരുന്നില്ല. ഇടതുപാർശ്വത്തിൽ തന്നെ കളിപ്പിക്കുകയുള്ളൂ. അവിടെ വിനിയുണ്ട്, അപ്പോൾ റോഡ്രിഗോ ഉണ്ട്. രണ്ടുപേരും കൂടി ഒരാളായി കാണുന്ന പോലെയായിരുന്നു. അതായത് ഒരാൾ ഒരു 70 മിനിറ്റ് കളിപ്പിക്കും, അല്ലെങ്കിൽ 80 മിനിറ്റ് കളിപ്പിക്കും, പിന്നെ റോഡ്രിഗോയെ ഇറക്കും, അങ്ങനെ. അല്ലെങ്കിൽ റോഡ്രിഗോയെ കളിപ്പിക്കും, അത് റെയറാണ്. എന്നിട്ട് വിനിയെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയ കളികൾ അങ്ങനെയാണ്. സോ ആ ഭാഗത്ത് കളിക്കാനുള്ള 2 പേര് അങ്ങനെയാണ് കണ്ടത്. പൊസിഷൻ മാറ്റി വലതുപാർശ്വത്തിൽ കളിക്കുന്നതിനോട് റോഡ്രിഗോക്ക് ഒരല്പം താല്പര്യക്കുറവുണ്ട്. പക്ഷേ റയലിൽ നിന്ന് പോകണമെങ്കിൽ അതേ പറ്റൂ. ഒടുവിലിപ്പോൾ അദ്ദേഹം അതിനോട് ഓക്കെയാണ്. അവിടെ റൈറ്റിൽ റോഡ്രിഗോ തുടർച്ചയായി 2 കളികളിൽ സ്റ്റാർട്ട് ചെയ്യിച്ചിരിക്കുന്നു സാബി. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഇതിന് മുമ്പുള്ള ഈ മാറ്റിത്തിരുത്തലുകൾക്കൊക്കെ പോയത്? അതൊന്നും ക്ലിക്കാവാതെ വരികയും ചെയ്തപ്പോൾ ആഞ്ചലോട്ടി എന്ന മാനേജ്മെൻറ്റിൻ്റെ ഉസ്താദ്, അതിൽ ഇതിനേക്കാൾ മികച്ച വേറൊരാളില്ല. അയാൾ ചെയ്തു വെച്ച പാതയിലേക്ക് തന്നെ ഒടുവിൽ സാബി മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതാണിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെ ഒരു ഫീല്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എക്സിലൊക്കെ പോസ്റ്റുകൾ വരുന്നത്. ഏതായാലും ഈ 4 പേരുണ്ടല്ലോ, ഈ 3 പേര് കൂടാതെ, അതായത് നമ്മുടെ എംബാപ്പെ, വിനി, റോഡ്രിഗോ പ്ലസ് ജൂഡ് ബെല്ലിംഗ്ഹാം, ഈ 4 പേര് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതാദ്യമായിട്ടാണ് സാബിയുടെ കീഴിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എത്ര തവണ ഈ കോമ്പിനേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടി, എത്ര മത്സരങ്ങൾ വിജയിച്ച് കയറിയിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ സാബിക്ക് രക്ഷയായിട്ട് മാറുന്നത്. ഏതായാലും റയലിൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും. ലോക്കർ റൂം പൂർണ്ണമായിട്ടും സാബി അലോൺസോക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനിയും സാബിയും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ വളരെ ദൃഢമായി മാറിയിട്ടുണ്ട്. അത് സാബി എന്തായാലും കുറച്ച് പ്രഷറൊക്കെ കുറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഇയർ അവസാനിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇയറിൽ കൂടുതൽ വലിയ പോരാട്ടങ്ങളിലേക്ക് പോകാനുമുണ്ട്. ഒടുവിൽ ആഞ്ചലോട്ടിയുടെ വഴിയിലേക്ക് തന്നെ സാബിക്കും മടങ്ങിയെത്തേണ്ടി വന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.